ാണ് കേരളത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അക്ഷരങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കീഴ്പ്പെടുത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ടിംബോ എന്ന പുസ്തകം എഴുതിയ ശ്രീ സന്തോഷ് ആവത്താനുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി കുറേ നേരം. അപ്പോൾ എൻ്റെ ഒരു സങ്കല്പം കൂടി, ഒരു കൺസേൺ കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യം നന്നായി വിറ്റുപോകുന്ന ഒരു വിപണി കൂടിയാണ്. പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഒരു ശരാശരി 75 വയസ്സിന് 80-നും ഇടയിലുള്ള ആളുകളാണ് കൂടുതലും ബാലസാഹിത്യ കൃതികൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. അവരുടെ ബാല്യകാലമാണ് നൊസ്റ്റാൾജിക്കായിട്ട് ഈ കൃതികളിലെല്ലാം ഇപ്പോഴും കടന്നു വരുന്നത്. നിഷ്കളങ്കരായ ഗ്രാമീണർ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കൗശലക്കാരനായ കുറുക്കനും ആ കാലം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കാലം കഴിഞ്ഞല്ലോ. പുതിയൊരു കാലഘട്ടത്തെ കൂടി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾ അതിലേക്ക് വരികയില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം കുട്ടികൾ ഈ നിഷ്കളങ്കരെ മടുത്തു. കാരണം ഒരുപാട് വർഷമായിട്ട് നിഷ്കളങ്കരെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുട്ടികളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ അവർ ആ റേഞ്ചിലേക്ക് വരും, ആ താല്പര്യത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സന്തോഷ് ടിംബോ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ലോക സാഹിത്യത്തെക്കുറിച്ചുള്ള നല്ല പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പുതിയ ഭാവുകത്വത്തെ ഈ പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നിസ്സംശയം പറയാം. എല്ലാ ഭാവുകങ്ങളും നേരിടും.